സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പാശ്ചാത്യ രാഷ്ട്രമീമാംസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയായ ഹെഗൽ രചിച്ച ഫിലോസഫി ഓഫ് റൈറ്റ് എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ്. ശരിയുടെ തത്വശാസ്ത്രം. ശരിക്കു പറഞ്ഞാൽ ആ റൈറ്റ് എന്നുള്ളതിൻ്റെ അർത്ഥം ലോ എന്നാണ്. ലോയുടെ ബേസിസ് എവിടെ നിന്നാണെന്നാണ് ആ കൃതി ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ആ കൃതിയെ വിമർശിച്ചുകൊണ്ടാണ് കാറൽ മാർക്സ് തൻ്റെ പൊതുജീവിതം ആരംഭിക്കുന്നത്. കാറൽ മാർക്സ് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് എ ക്രിട്ടിക് ഓഫ് ഹെഗേലിയൻ ഫിലോസഫി ഓഫ് ലോ. എ ക്രിട്ടിക് ഓഫ് ഹെഗേലിയൻ ഫിലോസഫി ഓഫ് ലോ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കാറൽ മാർക്സ് വിമർശന വിധേയമാക്കുന്നത്. രണ്ട് വ്യക്തികൾ കൂടിയിട്ടാണ് ആ ബുക്ക് എഴുതുന്നത്. മാത്രമല്ല, ക്രിട്ടിക് ഓഫ് ഹെഗേലിയൻ ഫിലോസഫി ഓഫ് ലോ എന്നതിന് ഒരു ആമുഖവും കാറൽ മാർക്സ് എഴുതിയിട്ടുണ്ട്. ആ ആമുഖത്തിൻ്റെ പേരാണ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ ക്രിട്ടിക് ഓഫ് ഹെഗേലിയൻ ഫിലോസഫി ഓഫ് ലോ. ആ ഇൻട്രൊഡക്ഷൻ 16 പേജുള്ളൂ. അതിലാണ് കാറൽ മാർക്സ് എഴുതിയിട്ടുള്ളത്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. പലരും ഈ വാചകം പറയാറുണ്ടെങ്കിലും ഏത് പുസ്തകത്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അജ്ഞരാണ് പലരും. അപ്പം ഇതാണ് പുസ്തകം. ഇത് ഇൻ്റർനെറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിലാണ് ഈ പ്രമാദമായി വാചകം എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്രിട്ടിക് ഓഫ് ഹെഗേലിയൻ ഫിലോസഫി ഓഫ് ലോ ഒരു നിസ്സാരമായ കാര്യത്തെക്കുറിച്ചാണ് കാറൽ മാർക്സ് എഴുതുന്നത്. കാറൽ മാർക്സിൻ്റെ ആ വിമർശനത്തിന് ഉത്തരം പറയാൻ ഇന്നേ വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് മാർക്സിസ്റ്റുകൾക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ മാർക്സിസ്റ്റുകാർക്ക് കഴിയണമെങ്കിൽ ഹെഗേലിയൻ ഫിലോസഫി ഓഫ് ലോയിൽ എന്താണ് ഹെഗൽ ഉന്നയിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ കാറൽ മാർക്സ് അതിനെതിരെ ഉന്നയിക്കുന്ന ആരോപണവും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിയാൻ നമ്മൾ ആദ്യം പോകേണ്ടത് വെസ്റ്റേൺ ഫിലോസഫിയിലെ ഏറ്റവും കാര്യമായ മാറ്റം വരുത്തിയിട്ടുള്ള ദക്കാർത്ത് എന്ന് പറയുന്ന ചിന്തകനിലേക്കാണ്. ലോകചരിത്രത്തെ വെട്ടിമുറിച്ച വ്യക്തിയാണ് ദക്കാർത്ത്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു. കത്തോലിക്ക വൈദികരോട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രം ഇംപ്രിമാത്തൂർ കിട്ടിയിട്ട് എഴുതുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ചില വഴിതെറ്റിക്കലുണ്ട് എന്ന് പറഞ്ഞ് കത്തോലിക്ക സഭ അതിന് ഇൻഡെക്സ് ചെയ്തു. പക്ഷേ ഇപ്പോൾ അതിൽ ദൈവിക വെളിപാടുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ആ പുസ്തകത്തെ വീണ്ടും വായിക്കാൻ സഭ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രമാദമായ കണ്ടെത്തൽ? 2 സംഭാവനകളാണ് ദക്കാർത്ത് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ സംഭാവന, അദ്ദേഹം ജോമെട്രിയും ആൾജിബ്രയും തമ്മിൽ കമ്പൈൻ ചെയ്തു. അതിനെ വിളിക്കുന്ന പേരാണ് അനലിറ്റിക്കൽ ജോമെട്രി. പിന്നീട് ന്യൂട്ടനും ലെബനീസും ഗോസും എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ, ഐൻസ്റ്റീനും ഷ്രോഡിങ്ങറും അവരൊക്കെ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ബേസിസ് ആൾജിബ്രയുമല്ല, ജോമെട്രിയുമല്ല. ആൾജിബ്രയും ജോമെട്രിയും തമ്മിലുള്ള കോമ്പിനേഷനാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് അനലിറ്റിക്കൽ ജോമെട്രി. അനലിറ്റിക്കൽ ജോമെട്രിയിലൂടെയാണ് മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന വിഷയം തന്നെ രൂപം കൊണ്ടുവരുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം. നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ് പേപ്പറൊക്കെ അദ്ദേഹത്തിൻ്റെതാണ്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്
ലോകത്തിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും ഉറപ്പോടുകൂടി പറയാൻ കഴിയുന്ന പ്രസ്താവന എന്താണ്? അതായത് മനുഷ്യൻ എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച്, ഞാൻ എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഏറ്റവും ഉറപ്പോടുകൂടി പറയാവുന്ന വാചകം എന്താണ്? അത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിലനിൽക്കുന്നു എന്ന ആ അറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉറപ്പോടുകൂടി, എനിക്ക് വേറെ ആരുടെയും തെളിവോ ഒരു പ്രൂഫില്ലാതെ തെളിവ് തരൂ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു തെളിവില്ലാതെ ഐ ക്യാൻ ബിലീവ് ദാറ്റ് ഐ എക്സിസ്റ്റ്, ഞാൻ നിലനിൽക്കുന്നു. അതിലെ ഞാൻ എന്ന വാക്കാണ് പിന്നീട് വെസ്റ്റേൺ ചിന്തയെ മുഴുവൻ മുന്നോട്ട് നയിച്ചത്. അങ്ങനെ ഞാൻ എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രചോദനം യഥാർത്ഥത്തിൽ മാർട്ടിൻ ലൂതറിൽ നിന്നുണ്ട്. കാരണം സഭയല്ല തീരുമാനിക്കേണ്ടത്, ദൈവവുമായിട്ടുള്ള ബന്ധം ഞാൻ ആണ് തീരുമാനിക്കേണ്ടത് എന്നതാണ് മാർട്ടിൻ ലൂതറിൻ്റെ വിപ്ലവത്തിൻ്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന ഒരു അംശം, ഞാൻ. അപ്പം അതുവരെ ഞാനില്ല, വ്യക്തിയില്ല. കുടുംബമുണ്ട്, ഗോത്രമുണ്ട്, പ്രഭുണ്ട്, രാജ്യമുണ്ട്, എല്ലാം ഉണ്ട്, രാജാവുണ്ട്, ഞാനില്ല. അപ്പം ഞാൻ എന്ന് പറയുന്നുണ്ട് എന്നതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യത്തെ ഡിക്ലറേഷനായിട്ട് യൂറോപ്യൻ തത്വചിന്ത ആഘോഷിക്കുന്നത്, ഞാൻ. അതാണ് പിന്നീട് വെസ്റ്റേൺ ഫിലോസഫിയിലുണ്ടായ ഇപ്പം ജർമ്മൻ ഐഡിയലിസം എന്ന് പറയുന്നതൊക്കെ ഈ ഞാനിനെ കേന്ദ്രീകരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇമ്മാനുവൽ കാന്റിൻ്റെ പഠനങ്ങൾ ഞാനിനെ കേന്ദ്രീകരിച്ചിട്ടാണ്. ഞാൻ, എൻ്റെ ചിന്ത, എൻ്റെ ധാർമ്മികത. അപ്പോൾ ഈ ഞാനിനെ കേന്ദ്രീകരിച്ചിട്ടാണ് പിന്നീട് അവർ സോഷ്യൽ കോൺട്രാക്റ്റ് തിയറി ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു പൗരൻ, എനിക്ക് അവകാശമുണ്ട്, കടമയുണ്ട്, അല്ലാതെ ഞാൻ സൊസൈറ്റിയുടെ ഭാഗമല്ല. ഈ ഞാനുണ്ട്. ഇപ്പോൾ റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന ഒരു നോവല് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അത് ഞാൻ എന്ന മനുഷ്യൻ എൻ്റെ സ്ഥലത്ത് അധ്വാനിക്കുന്നു, എൻ്റെ സമ്പത്ത് സൂക്ഷിക്കുന്നു, എൻ്റെ സ്ഥലത്തെ കോട്ട കെട്ടി ഞാൻ സംരക്ഷിക്കുന്നു. ഇതാണ് ഞാൻ, എൻ്റെ ഫ്രീഡം, എൻ്റെ സ്വത്ത്. ഇതാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഉദയം. അപ്പോൾ അവർ പറഞ്ഞു, ഞാനൊരു പൗരൻ, നീയൊരു പൗരൻ, നമ്മൾ രണ്ടുപേരും കൂടി എന്തിലേർപ്പെടുന്നു? ഒരു കരാറിലേർപ്പെടുന്നു. അങ്ങനെ കരാറിലേർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ആണ് ഒരു സൊസൈറ്റി രൂപം കൊള്ളുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരു വാഹനം ഓടിക്കുന്നു, നിങ്ങളും ഒരു വാഹനം വാങ്ങുന്നു, ഡ്രൈവ് ചെയ്യുന്നു. ഞാൻ എനിക്കിഷ്ടമുള്ളിടത്തോടെ ഓടിക്കുകയും നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ളിടത്തോടെ ഓടിക്കുകയും ചെയ്താൽ കൂട്ടിയിടിക്കും. അപ്പം നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ നമ്മളൊരു ലോ ഉണ്ടാക്കുകയാണ്. ഒരു കരാറ്. എന്താണ് ആ കരാറ്? ഞാൻ ഇടതുഭാഗത്ത് കൂടെ വാഹനം ഓടിക്കും, എതിർ ദിശയിൽ നിന്ന് വരുന്ന നീ വലതുഭാഗത്ത് കൂടെ വാഹനം ഓടിക്കും. അപ്പം എനിക്ക് ഒരു സ്പേസ് ഉണ്ട്. ഏതാണ്? റോഡിൻ്റെ ഇടതുഭാഗം എൻ്റേതാണ്. നിനക്കൊരു സ്പേസ് ഉണ്ട്. ഞാൻ ഇടതുഭാഗത്തോടെ ഓടിക്കുമ്പോൾ റോഡിൻ്റെ വലതുഭാഗം നിൻ്റേതാണ്. അപ്പോൾ എന്നെയും നിന്നെയും ഇതുപോലെ 10,000 വാഹനങ്ങൾ ഓടിയാലും കൂട്ടിയിടിക്കില്ലേ? അപ്പം ലോയാണ് കരാറിലൂടെ സൊസൈറ്റിയെ, വ്യക്തികളെ സമൂഹമാക്കി മാറ്റുന്നത്. അങ്ങനെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കരാറിലേർപ്പെട്ട് രൂപം കൊടുക്കുന്ന സമൂഹത്തിന് വെസ്റ്റേൺ ചിന്തയിൽ പറയുന്ന പേരാണ് സിവിൽ സൊസൈറ്റി. അപ്പം ആരാണ് കരാർ നടപ്പിലാക്കുക? അതാണ് ആ ലോ സ്റ്റാറ്റ്യൂട്ടായിട്ട് എഴുതും. ആ സ്റ്റാറ്റ്യൂട്ട് നടപ്പിലാക്കുന്ന ആൾക്കാരാണ് സ്റ്റേറ്റ്. അപ്പം സ്റ്റേറ്റിൻ്റെ ദൗത്യം എന്താണ്?
സ്റ്റേറ്റിൻ്റെ ദൗത്യം പൗരന്മാർ തമ്മിലുള്ള കരാറുകൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും അത് നടപ്പിൽ വരുത്തുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് സൊസൈറ്റിയുടെ ഹാർമണി, ഐക്യം നിലനിർത്തുന്ന സംവിധാനമാണ് സ്റ്റേറ്റ്. ഈ തിയറീനെ പറയുന്ന പേരാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. അപ്പോൾ സ്റ്റേറ്റ് ആരുണ്ടാക്കിയത്? ഞാനും അടങ്ങുന്ന ആളുകളാണ്. അപ്പോൾ സൊസൈറ്റിക്ക് 3 അടരുകൾ വന്നു. ഒന്ന് ഞാൻ, 2 സിവിൽ സൊസൈറ്റി, 3 സ്റ്റേറ്റ്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ അടിത്തറ ആരാണ്? പൗരൻ. അപ്പം ഞാൻ എങ്ങനെയാണ് പൗരനാവണത്? ഞാൻ പൗരനാവണമെങ്കിൽ എനിക്ക് അവകാശം ഉണ്ടാവണം, കടമയും ഉണ്ടാകണം. കടമയില്ലാണ്ട് പൗരനാവില്ലേ? അപ്പോൾ വ്യക്തി സിറ്റിസണായിട്ട് മാറുന്നു. അതിനവൻ ലോ അബൈഡ് ചെയ്യുന്നു. ആ ലോ അനുസരിച്ച് സൊസൈറ്റി രൂപം കൊള്ളുന്നതിന് സിവിൽ സൊസൈറ്റി എന്ന് വിളിക്കുന്നു. അത് നടപ്പിലാക്കുന്നവരെ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത്തരം ഒരു ചിന്തയാണ് ഹെഗലിന് മുൻപ് റൂസോയും തോമസ് ഹോബ്സും ഒക്കെ JS മില്ലും ഒക്കെ അവതരിപ്പിച്ചിരുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ച സിദ്ധാന്തമാണിത്. അപ്പോൾ നിലവിലുണ്ടായിരുന്ന സിദ്ധാന്തം നേരെ തിരിച്ചായിരുന്നു. ഞാൻ ഒരു കുടുംബത്തിൻ്റെ ആള്, ആ കുടുംബം ജോയിൻറ്റ് ഫാമിലി ആവണു, അതൊരു ഗോത്രമാകണു, പല ഗോത്രങ്ങൾ ചേർന്ന ഒരു രാജ്യമാകുന്നു. കൂടുതൽ ബലമുള്ള ഗോത്രത്തലവൻ എന്താകുന്നു? രാഷ്ട്രത്തലവനായിട്ട് വരുന്നു. അതാണ് ഇന്നും ആഫ്രിക്കയിൽ നടപ്പിലാകുന്നത്. അതാണ് ഭാഗികമായിട്ട് ഇന്നും ഇന്ത്യയിൽ നടപ്പിലാവുന്നത്. ഇതായിരുന്നു അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ ഉണ്ടായിരുന്നത്. അവരതിന് ബദലായിട്ട് ചോദ്യം ചെയ്ത് ഗോത്രമോ കുടുംബമോ കൂട്ടുകുടുംബമോ വലിയ ഗോത്രമോ അല്ല, എത്നിസിറ്റിയോ അല്ല രാഷ്ട്രത്തെ നിർമ്മിക്കുന്നത്. രാഷ്ട്രത്തെ നിർമ്മിക്കുന്നത് സ്വതന്ത്രരായ പൗരന്മാർ ഒരുമിച്ചിരുന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരായ ജനത ആണ് സിവിലൈസ്ഡ് സൊസൈറ്റി. ഇത് കൾച്ചറും സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റേറ്റ് ഉണ്ടാവണം. സ്റ്റേറ്റ് അവരിത് എക്സിക്യൂട്ട് ചെയ്യണം. ഇതാണ് യൂറോപ്യൻ രാഷ്ട്രീയ തത്വചിന്തയുടെ അടിത്തറ. ഇതാണ് ഈ സന്ദേശമാണ് തോമസ് ഹോബ്സ് ലെവിയാഥനിൽ എഴുതിയത്. അപ്പോൾ അവിടെ വലിയൊരു പ്രശ്നങ്ങൾ സംഭവിച്ചു. എന്താണ്? കുടുംബത്തെ എവിടെ സിറ്റുവേറ്റ് ചെയ്യും എന്നുള്ളത് പറയാനായിട്ട് അറിയുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഞാൻ എന്നതിൽ നിന്നാണ് ഈ ചിന്ത മുഴുവൻ രൂപം കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഒരു ഞാൻ, നീ ഒരു ഞാൻ, ഇങ്ങനെയാണ് രൂപം കൊള്ളുന്നത്. അപ്പോൾ ഹെഗൽ ഫിലോസഫി ഓഫ് റൈറ്റ് എഴുതാൻ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം എന്ത് ചെയ്യാണ്? ആദ്യം വ്യക്തിയെ നിർവചിക്കുകയാണ് ഫിലോസഫി ഓഫ് റൈറ്റിൽ. അതിന് അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റ് പുസ്തകങ്ങളുടെ എന്താണ് ചിന്ത, ആ ചിന്ത മനുഷ്യൻ എന്ത് ചെയ്യണോ, തൻ്റെ ഉള്ളിൽ വളർന്നു വരുന്നു മനുഷ്യത്വം. ഇതിനെക്കുറിച്ചൊക്കെ ആദ്യത്തെ 30 പേജിൽ ആള് ഡിസ്കസ് ചെയ്യുന്നത് ഫിനോമിനോളജിയിലുള്ള കാര്യങ്ങളാണ് ഇതിലേക്ക് വരുന്നത്. എന്നിട്ട് അദ്ദേഹം ലോയിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വ്യക്തി ആദ്യം മാറുന്നത് എത്തിക്കൽ സൊസൈറ്റി ആയിട്ടാണ്. അപ്പോൾ വ്യക്തിയുടെ സ്വത്ത് ആണോ? അപ്പോൾ ഇദ്ദേഹം വാദിക്കുന്നത് വെസ്റ്റേൺ പശ്ചാത്തലത്തിൽ ഞാനുണ്ട്, എൻ്റെ സ്വത്തുണ്ട്, എൻ്റെ ജീവനുണ്ട്. ഇത് റോമൻ സാമ്രാജ്യത്തിലുള്ളതാണ്. രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി വ്യക്തിയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുകയാണ്. ഇത് BC 300 എഴുതിയ ലിഖിതങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. സിസറോയാണ് ഇത് കോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹെഗലിന് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: വ്യക്തി പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇതാണ് അടിത്തറ. ഇതിനെയാണല്ലോ കാറൽ മാർക്സ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ ഇസയ ബെർലിൻ്റെ പ്രസിദ്ധമായ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, 2 concepts ഓഫ് ഫ്രീഡം. അതിലൊന്നാമത്തേത് നെഗറ്റീവ് ഫ്രീഡമാണ്. എന്താണ് നെഗറ്റീവ് ഫ്രീഡം? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് റിയലൈസ് ചെയ്യപ്പെടണമെങ്കിൽ മറ്റാരും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറാത്ത ഒരു ഇടം എനിക്കുണ്ടാകണം. വേറെ ആരും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ പാടില്ല. അതുണ്ടെങ്കിൽ മാത്രമേ, ആ സ്പേസിൽ മാത്രമേ എനിക്ക് ഫ്രീഡം എന്ന് പറയുന്നതുള്ളൂ. കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഭാര്യനെ വേറെ ആരും തട്ടിക്കൊണ്ടുപോകാത്ത ഒരു വ്യക്തിനെ എൻ്റെ കയ്യിലുണ്ടാവണം, പൊസഷൻ. അപ്പോൾ ഞാൻ, എൻ്റെ സ്വത്ത്, എൻ്റെ ഭാര്യ, ഇതിലെ ഈ സമൂഹത്തിലെ, ഇന്ത്യ രാജ്യത്തെ 150 കോടി, ഞാനൊഴികെയുള്ള 150 കോടി ജനങ്ങൾ ഈ ഫ്രെയിമിനകത്തേക്ക് കടക്കാതിരിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ഫ്രീഡം. പ്രിയമുള്ളവരെ, എന്തിനാണ് കൗരവ പാണ്ഡവ യുദ്ധം ഉണ്ടാകുന്നത്? 5 സെന്റ് ഭൂമി സ്വന്തമായിട്ട് വേണമെന്നാണ് പഞ്ചപാണ്ഡവന്മാർ ആവശ്യപ്പെട്ടത്. എത്ര മനോഹരമായിട്ടാണ് മഹാഭാരതത്തിലെ ആ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. നെഗറ്റീവ് ഫ്രീഡം. നിങ്ങളിവിടെ ഭരിച്ചോ, ഹേ ഭരണകർത്താക്കളെ, ഞങ്ങൾ 5 പേർക്ക് ജീവിക്കാൻ 5 സെന്റ്, ദാറ്റ് ഈസ് നെഗറ്റീവ് ഫ്രീഡം. അതിൽ നിങ്ങളിടപെടാൻ പാടില്ല, നിങ്ങളിടപെടാൻ പാടില്ല. അപ്പോൾ ഒരു വലിയ യുദ്ധം എന്തിനാണ്? അതിനാണ് യുദ്ധം. ആ യുദ്ധമാണ് ജസ്റ്റ് വാർ, ന്യായീകരിക്കപ്പെടുന്ന യുദ്ധം എന്ന് പറയുന്നത്. കാരണം അത് മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീഡമാണ്. അപ്പോൾ ഹെഗല് ഫിലോസഫി ഓഫ് റൈറ്റിൽ സ്വാതന്ത്ര്യത്തെ നിർവചിച്ചു വരികയാണ്. വസ്തുവിന് ഗ്രാവിറ്റി ഉള്ള പോലെയാണ് മനുഷ്യന് വിൽ. എന്ന് പറഞ്ഞാൽ എന്താ? ഇച്ഛ. ആ ഇച്ഛ നടപ്പിലാക്കാൻ പറ്റണം. അതാണ് ഫ്രീഡം. എനിക്ക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും, ഭക്ഷണം കഴിക്കണം, എന്നാലാണ്. വെറുതെ ആഗ്രഹമായിട്ട് നിലനിന്നാൽ അത് ഫ്രീഡം അല്ല. അതിനാൾ ഉപയോഗിക്കുന്ന വേർഡാണ് സബ്സ്റ്റാൻഷ്യൽ ഫ്രീഡം, എന്നുവെച്ചാൽ നടത്തണമെന്ന്. അപ്പോൾ എനിക്ക് വില്ലുണ്ട്, ഇച്ഛയുണ്ട്. ആ ഇച്ഛ യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടണം. അതിനെനിക്ക് എന്ത് വേണം? പൊസഷൻ വേണം. ആ പൊസഷൻ എന്നിൽ നിന്ന് എടുത്തു മാറ്റിയാൽ, എന്ന് വെച്ചാൽ സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്താൽ, അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും നിഷേധമാണ് എന്നാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പൊ കാറൽ മാർക്സിൻ്റെ അല്ലെങ്കിൽ റൂസോയുടെ ചിന്ത എന്ന് പറയുന്നത് സ്വകാര്യ സ്വത്ത് നിർമ്മാർജ്ജനം ചെയ്യണമെന്നാണ്. അതിനെതിരെയാണ് ഹെഗല് പറയുന്നത് സ്വകാര്യ സ്വത്താണ് സ്വാതന്ത്ര്യം നൽകണമെന്ന്. ആ സ്വകാര്യ സ്വത്ത് പിന്നെ അദ്ദേഹം പറയാണ് എത്തിക്കൽ സമൂഹമായിട്ട് മാറുകയാണ് കുടുംബത്തിൽ. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എങ്ങനെയാണ് കുടുംബം? അപ്പൊ ആദ്യം സ്വാതന്ത്ര്യത്തെ നിർവഹിച്ചു, 2 സബ്സ്റ്റാൻഷ്യൽ ഫ്രീഡം എന്താണെന്ന് പറഞ്ഞു, വ്യക്തി. അത് കഴിഞ്ഞാൽ വ്യക്തിയിൽ നിന്ന് ആൾ കുടുംബത്തിലേക്ക് കിടക്കുകയാണ്. കുടുംബത്തിലേക്ക് കിടക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കുടുംബത്തെ എത്തിക്കൽ കമ്മ്യൂണിറ്റി എന്നാണ്. എത്തിക്കൽ കമ്മ്യൂണിറ്റി അത് ബൈബിളാണ് അതിൻ്റെ ബേസ്. അതായത് ഈ ഫാമിലിയുടെ ഹെഡ് അപ്പൻ. ഇപ്പൊ എൻ്റെ വീട്ടിൽ എൻ്റെ പേരിലാണ് ആ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും, ഫാമിലി ഹെഡ്. പക്ഷെ ആ വീട്ടിലുള്ള എല്ലാവരും അവനവൻ്റെ സ്വന്തം പോലെയാണ് ആ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത്. ടി വി ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, അടുപ്പുണ്ട്, ഗ്യാസ് ഉണ്ട്, ഇൻഡക്ഷൻ കുക്കറുണ്ട്, കുളിമുറി ഉണ്ട്, വെള്ളമുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്. ആരും
അതിൻ്റെ ഉടമസ്ഥനായ എന്നോട് വന്ന് എൻ്റെ മക്കളോ ഭാര്യയോ ചോദിക്കുന്നില്ല ഇത് ഉപയോഗിക്കട്ടെ എന്ന്. അവരോരോരുത്തരും അത് സ്വന്തം പോലെ ഉപയോഗിക്കുകയാണ്. അപ്പം എൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും ആ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഡൊമൈനിലുള്ളവർ അവരവരുടേതേപോലെ ഉപയോഗിക്കുകയും കുടുംബത്തിന് കോട്ടം വരാതിരിക്കുകയും ചെയ്യുന്ന ആ സൊസൈറ്റിക്ക് ഹെഗൽ ഇട്ട് കൊടുത്തിട്ടുള്ള പേരാണ് എത്തിക്കൽ സൊസൈറ്റി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വ്യക്തികൾ എത്തിക്കൽ സൊസൈറ്റി ആയിട്ട് കൺവെർജ് ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം എഴുതി വയ്ക്കുന്നുണ്ട്, മാതാപിതാക്കൾ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പോലെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതല്ല നല്ലത്, മാതാപിതാക്കൾ കൊണ്ടുവരുന്ന കല്യാണം കഴിക്കുന്നതാണ് നല്ലതെന്ന് പോലും ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് വെസ്റ്റേണേഴ്സിന് അദ്ദേഹത്തെ ഇഷ്ടമില്ലാത്തത്. അപ്പോൾ വ്യക്തി, ഫ്രീഡം, എത്തിക്കൽ സൊസൈറ്റി വന്നു. തേർഡ് സ്റ്റേജിൽ അദ്ദേഹം പറയാണ് ഈ എത്തിക്കൽ സൊസൈറ്റിയിൽ നിന്ന് ഓരോരുത്തരും എന്ത് ചെയ്യും? ഇൻഡിപെൻഡൻ്റ് ആവും, ഞാനായിട്ട് മാറും. അവൻ പഠിക്കുന്നു, ജോലി ലഭിക്കുന്നു, സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നു. അങ്ങനെ എത്തിക്കൽ സൊസൈറ്റിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സിറ്റിസൺസ്, പൗരന്മാർ, വ്യക്തിത്വം രൂപപ്പെടുന്നവർ, അവരെന്ത് ചെയ്യണു? പരസ്പരം കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് സിവിൽ സൊസൈറ്റി ഉണ്ടാക്കുന്നു. അപ്പം എന്താണ് തോമസ് ഹോബ്സിൽ നിന്ന് ഹെഗല് മുന്നോട്ട് പോയതെന്ന് ചോദിച്ചാൽ, വ്യക്തിക്കും സിവിൽ സൊസൈറ്റിക്കും ഇടയിൽ എത്തിക്കൽ സൊസൈറ്റിയായിട്ട് ഫാമിലീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പം ഇവിടെ പറ്റുന്ന, അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജിൽ ആൾ പറയാണ് ഈ സിവിൽ സൊസൈറ്റി അവിടെ എന്തുണ്ടാവണം? രണ്ട് ഭാഗമുണ്ട്. ഒന്ന് വ്യക്തിയുടെ ഫ്രീഡം നടക്കണം, രണ്ട് എന്തുണ്ടാവണം? സൊസൈറ്റിയുടെ ഐക്യം നടക്കണം. ഇതാണ് ഈ ഹെഗലിൻ്റെ ഫിലോസഫി ഓഫ് റൈറ്റിൻ്റെ 260-ാം ഖണ്ഡിക. അതിലാൾ പറയാണ് വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സമൂഹത്തിൻ്റെ ഐക്യവും ഒരുമിച്ച് നിലനിൽക്കുകയും വ്യക്തിയുടെ പൊട്ടൻഷ്യൽസ് പരമാവധി വളരാനുള്ള സാധ്യത ഉണ്ടാക്കുകയും അത് സമൂഹത്തിൻ്റെ ഐക്യത്തിന് വിഘാതമായി വരാതിരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് സ്റ്റേറ്റ്. അപ്പോൾ എന്താണ്? വ്യക്തി, അവൻ്റെ ഫ്രീഡം, പ്രോപ്പർട്ടി, ഇച്ഛ. രണ്ട്, എത്തിക്കൽ സൊസൈറ്റി, ഫാമിലി. തേർഡ് എന്താണ്? സിവിൽ സൊസൈറ്റി. അവിടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു, നിയമം അനുസരിച്ച് ജീവിക്കുന്നു. 4, സ്റ്റേറ്റ്. എന്താണ്? സ്റ്റേറ്റ് വരുമ്പോൾ ആൾ പറയാണ് അവിടെ ഈ കണ്ടീഷൻസ് ഉണ്ടാവണം. ഒന്ന്, വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം, വേറെ ആരും ഇടപെടാത്ത മണ്ഡലങ്ങൾ വ്യക്തിക്ക് ഉണ്ടാവണം. രണ്ട്, സൊസൈറ്റിയുടെ ഐക്യം ഉണ്ടാവണം. 3, ഓരോ ഇൻഡിവിജ്വലിൻ്റെയും പൊട്ടൻസി പരമാവധി ആക്കാൻ പറ്റണം. 4, അവരുടെ എക്സിസ്റ്റൻസ് സൊസൈറ്റിയുടെ നിലനിൽപ്പിന് ദോഷകരമായിട്ട് വരാത്ത വിധത്തിലായിരിക്കും. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, ഭരണഘടനയുടെ അടിത്തറ. ഇങ്ങനെ ഒരു അടിത്തറ ഉണ്ടാകണമെങ്കിൽ അദ്ദേഹം പറയാണ് സ്റ്റേറ്റിന് ഒരു എത്തിക്കൽ രൂപം വരണം. ഏതുപോലെ? കുടുംബം പോലെ. അവിടെയാണ് അദ്ദേഹം കോർപ്പറേഷൻസ് എന്നാണ് എഴുതി വിവർത്തനം ചെയ്തു വരുന്നത്. കോർപ്പറേഷൻ. അപ്പോൾ അതിനെ മലയാളികൾക്ക് വായിച്ചാൽ മനസ്സിലാവാതെ കോർപ്പറേറ്റ്സ്, സ്റ്റേറ്റും കോർപ്പറേറ്റ്സും കൂടുന്നതാണ് ഒരു രാജ്യം, ഒരു നേഷൻ എന്ന് ഹെഗൽ എഴുതി വച്ചിരിക്കുന്നു. മുസോളിനി പറയുന്നു. ആ കോർപ്പറേഷൻസിന് ആളൊരു നിർവചനം കൊടുക്കുന്നുണ്ട്. എന്താണ് കോർപ്പറേഷൻ്റെ നിർവചനം? കോർപ്പറേഷൻസ് ഉണ്ടാക്കണം. എന്ത്? അത് ബിസിനസ് സ്ഥാപനങ്ങൾ കോൺട്രാക്റ്റബിളാണ് നടക്കുന്നത്. അപ്പോൾ കോർപ്പറേഷൻസ് എന്താണ്? പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ കോപ്പറേറ്റീവ്സ്.
അതായത് ജനങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ കോർപ്പറേഷൻസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവിൻ്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് അറിയൂ. അതിലാരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ, പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ, ആ പൈസ ഇട്ടു, ഷെയർ എടുത്തു എന്നത് മാത്രമായിരിക്കണം അവർക്ക് കിട്ടേണ്ട ലാഭം. അല്ലാതെ ആ സ്ഥാപനത്തിൽ നിന്നുള്ള ലാഭം മുഴുവനായിട്ടും പൊതുനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടണം. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിനെയാണ് കോർപ്പറേഷൻസ് എന്ന് ഹെഗല് നിർവഹിച്ചു കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ ഒരു ഭാഗം എന്തായിരിക്കണം? കോർപ്പറേഷൻസ് ആവണം. ഞാൻ അതിന് കൃത്യം ഉദാഹരണം തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ പട്ടണത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു, ഒറ്റ ഉദാഹരണം, വേറെ ഉദാഹരണങ്ങളൊന്നും എനിക്ക് കാണിച്ചു തരാനില്ല. തൃശ്ശൂർ പട്ടണത്തിൽ നിലനിൽക്കുന്ന ഒരു കമ്പനിയാണ് ധർമ്മോദയം കമ്പനി. ധർമ്മ ഉദയം കമ്പനി ശരിക്കും പറഞ്ഞാൽ എത്തിക്കൽ കമ്പനി എന്നാണ് അതിൻ്റെ അർത്ഥം. ധർമ്മ ഉദയം, എത്തിക്സ് ഈസ് ഫ്ലറിഷിങ്. അതിൽ തൃശ്ശൂർ പട്ടണത്തിൽ അന്നുണ്ടായിരുന്ന ധനാഢ്യന്മാർ അംഗങ്ങളായിരുന്നു, ഷെയർ എടുത്തു. ആ ഷെയർ എടുത്തത് കൊണ്ട് അവർക്കുള്ള മെച്ചം എന്താണ്? ഞങ്ങൾ അതിൽ അംഗങ്ങളാണ് എന്നതിൻ്റെ ആത്മാഭിമാനം മാത്രം. കോടാനുകോടി രൂപ അവർക്ക് ബിസിനസ് നടത്തിയിട്ട് ലാഭമുണ്ട്. ആ ലാഭം എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക? 100% ഇന്നും അന്നും ഉപയോഗിക്കപ്പെടുന്നത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പൊതുനന്മ ഉണ്ടാക്കാൻ ആവശ്യമായ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് രാഷ്ട്രത്തിൻ്റെ നന്മ, ഇതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അവർ പ്രധാനമായിട്ട് കൊടുത്തിരുന്ന സ്കോളർഷിപ്പുകളാണ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക്. ഇന്ന് റിട്ടയർ ചെയ്ത പല വലിയ ഡോക്ടർമാരും ധർമ്മോദയം കമ്പനിയിൽ നിന്ന് ഫീസ് വാങ്ങിച്ച് സഹായം മേടിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ പലരുമുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തന്നാണ് നിങ്ങൾക്ക്. അപ്പോൾ ഹെഗലിൻ്റെ ഐഡിയ വെച്ച് ഹെഗല് പറയുന്നത് ഇങ്ങനെയാണ്: വ്യക്തി, അവൻ്റെ പ്രോപ്പർട്ടി, സ്വാതന്ത്ര്യം, എത്തിക്കൽ സൊസൈറ്റിയുള്ള കുടുംബം, കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്നവർ ഒറ്റ വ്യക്തികളായിട്ട് മാറുന്നു. അവർ തമ്മിൽ ചേർന്ന് സിവിൽ സൊസൈറ്റി ഉണ്ടാക്കുന്നു. സിവിൽ സൊസൈറ്റിയുടെ മുകളിൽ സ്റ്റേറ്റ് ഉണ്ടാകുന്നു. സ്റ്റേറ്റിൻ്റെ കൂടെ കോർപ്പറേഷൻസ് ഉണ്ടാകുന്നു. ആ കോർപ്പറേഷൻസ് ഉള്ളിടത്തോളം കാലം അവിടുത്തെ മാർജിനലൈസ്ഡ് അവിടെ ഉണ്ടാവില്ല. കാരണം ആ മാർജിനലൈസ്ഡിന് ഇതിനൂടെ ചാരിറ്റി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ടോട്ടാലിറ്റിയാണ് ഒരു രാഷ്ട്രത്തിനുണ്ടാകേണ്ടത് എന്നാണ് ഫിലോസഫി ഓഫ് റൈറ്റ് ലോയിൽ ഇങ്ങനെ ഇതിന് അനുകൂലമായ വിധത്തിൽ നിങ്ങൾ നിയമമുണ്ടാക്കാൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി. ഇവിടെ കാറൽ മാർക്സിൻ്റെ ചോദ്യം വളരെ നിർണായകമാണ്. ആ ചോദ്യം എന്താണ്? വ്യക്തിക്ക് എങ്ങനെയാണ് സൊസൈറ്റി ആയിട്ട് രൂപം കൊള്ളാൻ കഴിയുന്നത്? കാരണം ഞാൻ, എൻ്റെ എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും ബേസിക് വികാരം. ഞാൻ നിലനിൽക്കുന്നു എന്നല്ലേ? അപ്പം ഞാൻ എന്നുള്ളത് ഞങ്ങൾ എന്നാവണമെങ്കിൽ യാതൊരു സാധ്യതയുമില്ല. അതാണ് കാറൽ മാർക്സ് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിനെ ഞങ്ങളാക്കി മാറ്റണമെങ്കിൽ ഒരു സാധ്യതയേ ഉള്ളൂ. എന്താണ്? പ്രൈവറ്റ് പ്രോപ്പർട്ടി അബോളിഷ് ചെയ്ത് സോഷ്യൽ പ്രോപ്പർട്ടി കൊണ്ടുവന്നാൽ ഈ ഞാനുകളില്ലാതാകും. ഓട്ടോമാറ്റിക്കായിട്ട് രാഷ്ട്രം എത്തിക്കൽ സൊസൈറ്റി ആയിട്ട് മാറും എന്നതാണ് കാറൽ മാർക്സ് കണ്ട സ്വപ്നം. അതിന് ചിന്തകന്മാർ പറയുന്ന മറുപടി സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കുന്നതിലൂടെ നെഗറ്റീവ് ഫ്രീഡം ഇല്ലാതാകുകയും രാഷ്ട്രാധികാരികൾ മാത്രം ഫാസിസ്റ്റുകളായിട്ട് മാറുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും. കാരണം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിച്ചു നിർത്തുന്നത് അവൻ്റെ സ്വകാര്യ സ്വത്താണ്. ഇതാണ് വെസ്റ്റേൺ
ചിന്തകർ കാറൽ മാർക്സിനെതിരെ പറയുന്നത്. അതുകൊണ്ടാണ് കാത്തലിക് ചർച്ച് പറഞ്ഞത് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് നാച്ചുറൽ റൈറ്റ്, സ്വാഭാവികമായ അവകാശമാണ്. അതുകൊണ്ടാണ് എംഗൽസ് എഴുതിയത് കത്തോലിക്ക സഭയെ ഇല്ലാതാക്കാതെ ലോകത്ത് പുരോഗതി ഉണ്ടാക്കുക സാധ്യമല്ല. അത് ആശയപരമായിട്ടുള്ള വ്യത്യാസമാണത്. അപ്പോൾ കാറൽ മാർക്സിൻ്റെ ഈ ചോദ്യം, അപ്പം ഞാനാണോ, ഞാനിൽ നിന്ന് എങ്ങനെ ഞങ്ങളുണ്ടാകും എന്നതിന് ഹെഗലിന് ഉത്തരം കൊടുക്കാനില്ല, വെസ്റ്റേൺ ചിന്തകർക്ക് ഉത്തരം കൊടുക്കാനില്ല എന്നാണ് കാറൽ മാർക്സ് ആരോപിക്കുന്നത്. അതിന് കാറൽ മാർക്സ് കൊടുക്കുന്ന മറുപടി ഇതാണ്: വ്യക്തികളുടെ സ്വത്ത് എടുത്ത് മാറ്റിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് എത്തിക്കൽ കമ്മ്യൂണിറ്റി ആയിട്ട് മാറ്റും. എന്നാൽ ഈ പഠനത്തിന് ശേഷം ഞാൻ എന്താണ് കണ്ടെത്തിയത്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റേതായിട്ടുള്ള സംഭാവന എന്താണ്? ഞാൻ ദെക്കാർത്തിനെയാണ് ഞാൻ കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഇതാണ്: ഞാൻ ആരാണ് എന്ന് ദെക്കാർത്തിനെ പോലെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഏറ്റവും ഉറപ്പുള്ള അറിവ് എന്നെക്കുറിച്ച് എനിക്ക് കിട്ടിയത് ഞാൻ എക്സിസ്റ്റ് ചെയ്യണു എന്നല്ല, ഞങ്ങൾ എന്ന യാഥാർത്ഥ്യത്തിൽ ഞാൻ എക്സിസ്റ്റ് ചെയ്യണമെന്നാണ്. കാരണം എൻ്റെ ഉത്ഭവം അപ്പൻ അമ്മ വെരി ഫിസിയോളജിക്കലി അവരുടെ ശാരീരിക ബന്ധത്തിൽ നിന്ന് ഞാൻ ഉരുവായ നിമിഷം ഞാൻ ഫോം ചെയ്യുന്നത് ഞങ്ങൾ എന്ന ഒരു യാഥാർത്ഥ്യത്തിനോട് ഒപ്പമാണ് ഞാൻ രൂപം കൊള്ളുന്നത്. അപ്പം ഞാൻ ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും, ഞാൻ എന്ന് പറയുന്നതിൻ്റെ ഉറപ്പായ അടിത്തറ ഞങ്ങളാണ്. ഫ്രം വി I emerges. Descartes said, from I, through laws, we emerges. അപ്പോൾ ദെക്കാർത്തിനെ പിന്തുടർന്ന് വെസ്റ്റേൺ തത്വചിന്ത മുഴുവൻ പറയുന്നത് ഞാനിൽ നിന്ന് ഞങ്ങളുണ്ടായി എന്നാണ്. അതാണ് ഹെഗല് വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതിനെയാണ് കാറൽ മാർക്സ് ഒപ്പോസ് ചെയ്തത്. അതിന് ബദലായിട്ട് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം ഇതാണ്: ഞങ്ങളിൽ നിന്നാണ് ഞാനുണ്ടായത്. ഞങ്ങളും ഞാനും ഒരുമിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് ഞാൻ എന്ന യാഥാർത്ഥ്യം എന്ത് ചെയ്യണം? എമർജ് ചെയ്ത് വളർന്ന് സ്വതന്ത്ര വ്യക്തിത്വമായിട്ട് മാറി എൻ്റെ പൂർണ്ണതയിലെത്താൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഏതൊരു അസ്തിത്വത്തിൽ നിന്നാണോ ഞാനുണ്ടായത്, വി, ഞാൻ പൂർണ്ണനാകാൻ എന്ത് ചെയ്യണം? ഞാനൊരു വി ക്രിയേറ്റ് ചെയ്യണം. ഞാൻ വി ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നാളികേരത്തിൽ നിന്ന് തെങ്ങുണ്ടായി നാളികേരം പൂർണ്ണനാകുന്നത് പോലെ ഞങ്ങളിൽ നിന്നുണ്ടായ ഞാനെന്ന ഈ വ്യക്തി മറ്റൊരു ഞങ്ങളായി മാറാൻ കുടുംബം ഉണ്ടാക്കുന്നു, സൊസൈറ്റി ഉണ്ടാക്കുന്നു, രാഷ്ട്രം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് രാഷ്ട്രം എന്ന് പറയുന്നതും സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നതും കുടുംബം എന്ന് പറയുന്നതും എൻ്റെ തന്നെ എക്സിസ്റ്റൻസിൻ്റെ ഡബിൾ നേച്ചറാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ എനിക്ക് കാണാൻ വേണ്ടി സൃഷ്ടിക്കുന്നതാണ്. ഇതാണ് ഹെഗേലിയൻ ഫിലോസഫി ഓഫ് എസ്തെറ്റിക്സ്. കാരണം ഒരു തൊഴിലാളി അവനാരാണെന്ന് അറിയുന്നത് അവൻ നിർമ്മിക്കുമ്പോഴാണ്. കുടമുണ്ടാക്കുമ്പോഴാണ് ഞാൻ കൊശവനാണെന്നറിയുന്നത്, വീടുണ്ടാക്കുമ്പോഴാണ് ഞാൻ ആശാരിയാണെന്നറിയുന്നത്, മീൻ പിടിക്കുമ്പോഴാണ് ഞാൻ മീൻപിടുത്തക്കാരനാണെന്നറിയുന്നത്, കുട്ടികളെ പഠിപ്പിക്കുമ്പോഴാണ് ഞാൻ അധ്യാപകനാണെന്നറിയുന്നത്, കല്യാണം കഴിഞ്ഞ് കുട്ടീൻ്റെ ആകുമ്പോഴാണ് ഞാൻ അപ്പനാണെന്നറിയുന്നത്, അല്ലെങ്കിൽ ഞാൻ അമ്മയാണെന്നറിയുന്നത്. അതുപോലെ ഞങ്ങളിൽ നിന്നാണ് ഉണ്ടായതെന്ന് പൂർണ്ണമായി ഞാൻ അറിയുന്നത് എൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമായ ഞങ്ങളെ കുടുംബത്തിലൂടെയും സമൂഹ സൃഷ്ടിയിലൂടെയും ഞാൻ സൃഷ്ടിക്കുമ്പോഴാണ്. അതുകൊണ്ട് കുടുംബത്തെയും സമൂഹത്തെയും
രാഷ്ട്രത്തെയും സൃഷ്ടിക്കാനായി പങ്കുചേരാത്ത ഒരു വ്യക്തി അവനാരാണെന്ന് ഒരിക്കലും അറിയാതെ, അവൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാതെ അപൂർണ മനുഷ്യനായി ഇല്ലാതായി തീരുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാതെ, രാഷ്ട്രത്തെ നിർമ്മിക്കാതെ, സമൂഹത്തെ ബിൽഡപ്പ് ചെയ്യാതെ, കോർപ്പറേഷൻസ് ഉണ്ടാക്കാത്ത എല്ലാവരും അപൂർണ മനുഷ്യരാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.